ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഈത്തപ്പഴം അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഈത്തപ്പഴം അച്ചാർ നെയ്ച്ചോറിക്കും സാധാ ഊണിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും 2 തുണ്ടം വെളുത്തുള്ളിയാണ് കേട്ടോ. അത്യാവശ്യത്തിന് എരിവുള്ള ഒരു ടേസ്റ്റി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് തന്നെ കുറുക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇനി നമ്മൾ നന്നായിട്ട് തന്നെ കുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ 2 ശർക്കര തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പൊ ഇതുപോലെ കുറുക്കിയിട്ട് വരും. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലോട്ട് പുളിയാണ് കേട്ടോ, പുളിവെള്ളം. അപ്പൊ ഒരു നമ്മളെ കൈപ്പിടിക്കായിട്ട് ഒരു പുളി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ട് ഇതിന്റെ ചാറ് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുരു എല്ലാം കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴമാണ്. അപ്പൊ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ചീനച്ചട്ടി വെച്ചിട്ടോ ചൂടാക്കിയിട്ട് എടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തന്നെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം നന്നായി വഴറ്റിയതിനു ശേഷം ആ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് നമ്മൾ കുരുവെല്ലാം കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമ്മളൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ കുറുക്കി എടുത്തിട്ടുള്ള പുളി ഉണ്ടല്ലോ, അതിൻ്റെ ചാറ് നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നൊരു തിളച്ചിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കുക. ഇനി നന്നായി കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പൊ നമ്മളുടെ ചാറെല്ലാം ഇവിടെ കുറുകി വരുന്ന തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കൈവിടാണ്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പൊ ഈ ഒരു തിള വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു അച്ചാറിന്റെ ഒരു പരിധിയിലേക്ക് എത്തുന്നത്. ഇനി അച്ചാർപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അച്ചാർപ്പൊടി ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കായപ്പൊടി ഒരു നുള്ളു ചേർത്തിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കണം. ഇനി ഒരുപാട് അങ്ങ് തിളപ്പിച്ചിട്ടെടുക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളക്കട്ടെ. ചാറായിട്ടല്ല നമുക്ക് വേണ്ടത്, കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരു പുളിഞ്ചിയുടെ ആ ഒരു പരിധിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടാ. അപ്പൊ നമ്മൾക്ക് അടിപൊളി വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.